वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസ ഫലമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കുവാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ജ്യോതിഷം പഠിക്കാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജ്യോതിഷത്തോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഫെബ്രുവരി മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. ഇടവൻ രാശിയിൽ വ്യാഴവും, മിഥുനത്തിൽ കുജനും, കന്നിയിൽ കേതുവും, മകരത്തിൽ സൂര്യനും ബുധനും, കുംഭത്തിൽ ശനിയും ചന്ദ്രനും, മീനത്തിൽ ശുക്രനും രാഹുവുമൊക്കെയാണ് ഗ്രഹനില. തുടർന്ന് മാസമധ്യത്തോടുകൂടി സൂര്യനും ബുധനും തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാവുന്നതാണ്. കർക്കിടകൻ രാശിയിലുള്ള പുണർതം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ, ശനിദശ, ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം ഗൗരവ പദവികളിൽ ഉള്ളവരൊക്കെ സുഹൃത്തുക്കളായി വരും. ഉയർന്ന ചിന്താഗതി, ലക്ഷ്യബോധവും ആഗ്രഹ സാഫല്യത്തിന് വഴിയൊരുക്കും. മറ്റുള്ളവരെ അധികാരപ്പെടുത്തി കാര്യം സാധിക്കുവാൻ തീരെ ഇഷ്ടപ്പെടുകയില്ല. സമൂഹത്തിൽ സഹജമായി പഴകും. സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കുക മൂലം പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും. തൊഴിൽപരമായിട്ടുള്ള യാത്രകൾ മൂലം അധികമായ ശരീരക്ഷീണം അനുഭവപ്പെടും. ചെയ്യുന്ന തൊഴിലിൽ ജോലിഭാരം വർദ്ധിക്കും. മേലധികാരികളുടെ അപ്രീതിക്ക് ഇടയുണ്ടാകും. ചെയ്യുന്ന ജോലി വീണ്ടും ചെയ്യുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പൂർവികരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹക്കുറവുള്ളൊരു മാസമാണ്. മുതിർന്നവരെ കഷ്ടപ്പെടുത്താതിരിക്കുക. പണം കൊടുക്കൽ വാങ്ങലൊക്കെ വളരെ കൃത്യത പാലിക്കും. കടം കൊടുത്തവർ പണം തിരിച്ചു തന്നില്ലെങ്കിൽ ഏതു മാർഗവും സ്വീകരിക്കാൻ ഒട്ടും മടിക്കുകയില്ല. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സമയം വളരെ അനുകൂലം തന്നെയാണ്. പിതാവിൻ്റെ വഴിയിൽ ഏത് കാര്യവും മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ വലുതായിരിക്കും. അന്യമതം, അന്യഭാഷയിലൊക്കെ ഉള്ളവരുമായിട്ടൊക്കെ ബന്ധമുണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. പരിശ്രമത്തിലും ആദ്യം തടസ്സമുണ്ടായ ശേഷം മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. ഇവർക്ക് എപ്പോഴും മനഃചാഞ്ചല്യമുണ്ടാകും. ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു പേടിയൊക്കെ ഉണ്ടാകും. കയ്യിലുള്ള ധനനില വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. വാക്കുകളിൽ അധികാരസ്വരമുണ്ടാകും. സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും. അവരുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല. അയൽക്കാരുമായിട്ടൊക്കെ കൂടുതൽ അടുപ്പം കാണിക്കും. എഴുത്ത്, കലകൾ, സംഗീതം, നൃത്തം എന്നിവയിലൊക്കെ കൂടുതൽ താല്പര്യമുണ്ടാകും. മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു. മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. മാതാവ് നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട്. വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കും. വീട് മോടി പിടിപ്പിക്കുകയും അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങി ധരിക്കുകയും ചെയ്യും. ധർമ്മദൈവപ്രീതി വരുത്തുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് മനപ്രയാസമുണ്ടാകാനുള്ള യോഗവും കാണുന്നു. സന്താനങ്ങളുടെ ആരോഗ്യനില അനുകൂല നിലയിൽ കാണുന്നില്ല. രാശി ലഗ്നത്തിലുള്ളവരുടെയും ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല. സംബന്ധമായ രോഗങ്ങൾ, കൊഴുപ്പ് സംബന്ധമായ രോഗങ്ങൾ, കഴലകൾ, കട്ടികളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു. ഉദ്യോഗ സംബന്ധമായ ലാഭങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില പ്രശ്നങ്ങൾ നേരിട്ട ശേഷം വിവാഹം നടക്കും. ദമ്പതികൾ തമ്മിൽ വാക്കുതർക്കം വരാനുള്ള യോഗവും കാണുന്നുണ്ട്. മൂത്ത സഹോദരങ്ങൾ, ഉറ്റമിത്രങ്ങൾ, മരുമക്കൾ
എന്നിവരുടെ സ്നേഹവും സന്തോഷവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല. പിതൃകുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും. പിതാവിന് പിടിവാശി അല്പം കൂടുതലായി കാണപ്പെടും. പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.